നമസ്കാരം. VCV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. VCV പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Your choice of furniture world. Quality Global Furniture. Quality Global Tower, Perindalmanna Road, Valancheri. Royal Travels, Perindalmanna Road, Valancheri. Phone 0494 326 2215 9142 078312 9495 511277. പുത്തനങ്ങാടി സെന്റ് ജോസഫ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന CBSE ജില്ലാ കലോത്സവത്തിന് സമാപനമായി. പട്ടാമ്പി നഗരത്തിൽ സ്ഥാപിച്ച ട്രാഫിക് ലൈറ്റുകളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച CP മുഹമ്മദ് MLA നിർവഹിക്കും. പട്ടാമ്പി ഗുരുവാർ റോഡ് ജംഗ്ഷൻ മുതൽ ചെർപ്പുളശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. AIYF വളാഞ്ചേരി വയലാർ അനുസ്മരണം നടത്തി. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അഷ്റഫ് അലി കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. MSF കരിങ്കല്ലത്താണി ടൗൺ കമ്മിറ്റിയും വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലും സംയുക്തമായി കരിങ്കല്ലത്താണി ടൗണിൽ വെച്ച് സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. പുത്തനങ്ങാടി സെന്റ് ജോസഫ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന CBSE ജില്ലാ കലോത്സവത്തിന് സമാപനമായി. സമാപന ദിവസമായ ഞായറാഴ്ചയും വിവിധ ഇനങ്ങളിലായി നിരവധി മത്സരങ്ങൾ അരങ്ങേറി. പുത്തനങ്ങാടി സെന്റ് ജോസഫ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന CBSE ജില്ലാ കലോത്സവത്തിന് സമാപനമായി. അവസാന ദിനമായ ഞായറാഴ്ച വിവിധ വേദികളിലായി നിരവധി ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. ലൈറ്റ് മ്യൂസിക്, ഒപ്പന, വയലിൻ, കുച്ചിപ്പുടി, ഭരതനാട്യം, മോണോ ആക്ട് തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ഭരതനാട്യത്തിൽ ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥി അശ്വതിക്ക് 1ാം സ്ഥാനം നേടി. എയർപോർട്ട് സീനിയർ സ്കൂൾ വിദ്യാർത്ഥി ശ്രീഹരി രമേശ് മോണോ ആക്ടിലും, അമൃത വിദ്യാലയം മഞ്ചേരിയിലെ വിദ്യാർത്ഥി ബ്രഹ്മാനന്ദൻ വയലിൻ വായനയിലും 1ാം സ്ഥാനം നേടി. കുച്ചിപ്പുടിയിൽ ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹരിപ്രിയയ്ക്കാണ് 1ാം സ്ഥാനം. ലൈറ്റ് മ്യൂസിക്കിൽ ഫാത്തിമ, ഗീത ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥി അപൂർവ പ്രദീപും, പെൺകുട്ടികളുടെ ഒപ്പനയിൽ MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് സ്കൂൾ വിദ്യാർത്ഥികളും 1ാം സ്ഥാനത്തിന് അർഹരായി. കലോത്സവ വേദികളിൽ പ്രേക്ഷകരുടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും പട്ടാമ്പി മുൻ MLAയുമായ ഗോപാലന്റെ സ്മരണാർത്ഥം വിദ്യാർത്ഥികൾക്കായി കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പട്ടാമ്പി GUP സ്കൂളിൽ വെച്ച് നടന്ന മത്സരങ്ങൾ കവി ഗോവിന്ദൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും മലബാറിലെ കാർഷിക പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയും പട്ടാമ്പി മുൻ MLAയുമായിരുന്ന EP ഗോപാലന്റെ 12ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾക്കായി കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പട്ടാമ്പി GUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ കവി ഗോവിന്ദൻ ഉണ്ണി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് എന്റെ പ്രദേശമായിട്ടുള്ള വാടാനംകുറിശ്ശിയിൽ വന്ന ഒരു സമയത്ത് ഒരു വൈകുന്നേരത്തെ ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിൽ ആവേശഭരിതനായി പ്രസംഗിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്നും ചാടിയിറങ്ങി അന്ന് മുണ്ടകം കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ കുറ്റി വലിച്ചു പറിച്ച് വീണ്ടും സ്റ്റേജിലേക്ക് തിരിച്ചു കയറി പുന്നെല്ല് വിളയുന്ന പാടത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പ്രസംഗിച്ച EP ഗോപാലൻ എന്ന മഹാന്റെ കൂടെ 7 ചുവട് നടക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ ഓർമ്മയിൽ വയലാറിന്റെ മരണമില്ലാത്ത കവിതകളുടെ ഓർമ്മയിൽ ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി TP കൃഷ്ണൻ അധ്യക്ഷനായി. CPI നേതാക്കളായ EP ശങ്കരൻ, പാലോട് മണികണ്ഠൻ, ചൊല്ലുകുട്ടി, PK ശങ്കരൻ, ഗണേഷ് വേലാണ്ടി, പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. വയലാറിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള കവിത ആലാപന മത്സരം, തുടർന്ന് പ്രശ്നോത്തരി, പ്രസംഗം, പ്രബന്ധരചന മത്സരങ്ങൾ എന്നിവ നടന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് AAU നടത്തിവരുന്ന സൂചനാ സമരങ്ങൾ വ്യോമയാന മന്ത്രാലയം മുഖവിലയ്ക്ക് എടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി AAU കാലിക്കറ്റ് എയർപോർട്ട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് എയർപോർട്ടിൽ 4 ദിവസം നിരാഹാര സമരം നടത്തിയിരുന്നു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലാഭകരമായ 20 എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള UPA സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അതോറിറ്റിയിലെ അംഗീകൃത തൊഴിലാളി സംഘടനയായ എയർപോർട്ട് അതോറിറ്റി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു.
അതിന്റെ ഭാഗമായി AAEU കാലിക്കറ്റ് എയർപോർട്ട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ 4 ദിവസം കാലിക്കറ്റ് എയർപോർട്ടിൽ നിരാഹാര സമരം നടത്തി. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായേക്കാവുന്ന എയർപോർട്ട് സ്വകാര്യവൽക്കരണത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് AAEU ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സംഘടന നടത്തിവരുന്ന സൂചനാ സമരങ്ങൾ വ്യോമയാന മന്ത്രാലയം മുഖവിലക്കെടുത്തില്ലെങ്കിൽ സമര സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വിവിധ അഖിലേന്ത്യാ ട്രേഡ് യൂണിയനുകളുമായി സഹകരിച്ച് സമരം ശക്തമാക്കുമെന്നും എയർപോർട്ട് അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി നഗരത്തിൽ സ്ഥാപിച്ച ട്രാഫിക് ലൈറ്റുകളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച CP മുഹമ്മദ് MLA നിർവഹിക്കും. പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ മുതൽ ചെർപ്പുളശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പട്ടാമ്പി നഗരത്തിൽ സ്ഥാപിച്ച ട്രാഫിക് ലൈറ്റുകളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. CP മുഹമ്മദ് MLA ട്രാഫിക് ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. പട്ടാമ്പി നഗരത്തിൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ മുതൽ ചെർപ്പുളശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയോടെ പാലക്കാടുള്ള ഒരു സ്വകാര്യ സ്ഥാപനമാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്തുമായി കരാറും ഉണ്ടാക്കിയിട്ടുണ്ട്. 5 വർഷത്തേക്കാണ് ഉടമ്പടി. ട്രാഫിക് ലൈറ്റ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള വൈദ്യുതി KSEB നൽകും. ട്രാഫിക് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി വന്ന ചിലവ് പരസ്യ വരുമാനത്തിലൂടെ ഈടാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തിങ്കളാഴ്ച രാവിലെ CP മുഹമ്മദ് MLA ട്രാഫിക് സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഗതാഗത കുരുക്കിലമരുന്ന പട്ടാമ്പിക്ക് ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം വരുന്നതോടെ വലിയ ആശ്വാസമാകും. നിലവിൽ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം പകൽ മുഴുവൻ സമയവും 1ഉം 2ഉം പോലീസുകാരെ നിയോഗിച്ചാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. സിഗ്നൽ സംവിധാനം പ്രാവർത്തികമാകുന്നതോടെ ഇവരുടെ ജോലിഭാരവും കുറയും. കൊപ്പം ജംഗ്ഷനിലും ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മലപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ആനുകൂല്യ വിതരണ മേളയും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായുള്ള കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനവും വിവിധ ക്ഷേമാനുകൂല്യ വിതരണ മേളയും മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ മമ്പാട് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് മുസ്തഫ വിവിധ ക്ഷേമാനുകൂല്യ വിതരണവും നടത്തി. P. ഉബൈദുള്ള MLA അധ്യക്ഷനായ ചടങ്ങിൽ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KT ഇത്തിഹാസ് സ്വാഗതം പറഞ്ഞു. കുർക്കോളി മൊയ്തീൻ, A. അഹമ്മദ്, വേലായുധൻ വള്ളിക്കുന്ന്, KK ഹംസ, PG രാജഗോപാലൻ, OK അയ്യപ്പൻ, P. മുഹമ്മദ് അലി, കണക്കറായി P. V. അജയ്കുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് NP അമ്മു നന്ദിയും രേഖപ്പെടുത്തി. പാങ്ങ് അമ്പലപ്പറമ്പിൽ അഖില കേരള ബാലജന സഖ്യം യൂണിറ്റ് രൂപീകൃതമായി. ബാലജന സഖ്യം ജില്ലാ പ്രസിഡന്റ് അലക്സ് സാമി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് രൂപീകരണത്തോടനുബന്ധിച്ച് പുതിയ കമ്മിറ്റിയും നിലവിൽ വന്നു. പാങ്ങ് അമ്പലപ്പറമ്പിൽ അഖില കേരള ബാലജന സഖ്യത്തിന്റെ പുതിയ യൂണിറ്റ് രൂപീകൃതമായി. യൂണിറ്റ് രൂപീകരണത്തോടനുബന്ധിച്ച് നടത്തിയ തിരഞ്ഞെടുപ്പിൽ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. മുഹമ്മദ് ഷമീം യൂണിറ്റ് പ്രസിഡന്റും M. ജിഷിൻ സെക്രട്ടറിയുമായി. റാഷിദ് സഹകാരിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. സാഗർ, അമീൻ ഫാസിൽ, അർഷർ അമീൻ, പുഷ്പ എന്നിവർ വിവിധ ഭാരവാഹികളായി. ബാലജന സഖ്യം ജില്ലാ പ്രസിഡന്റ് അലക്സ് സാമി തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി വൈഷ്ണവ് അധ്യക്ഷനായ ചടങ്ങിൽ ട്രഷറർ വിഷ്ണു സ്വാഗതവും പറഞ്ഞു. നാരായണൻ മാഷ് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രദീപ് V. ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. നാരായണൻ നന്ദിയും രേഖപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പ്രതീക്ഷ പദ്ധതിയുടെ ഭാഗമായി കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ഡേ കെയർ സെന്റർ ഉദ്ഘാടനവും ബഡ് സ്കൂൾ ശിലാസ്ഥാപനവും സഹായ വിതരണവും നടത്തി. കൂട്ടിലങ്ങാടി ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിലെ 18 വയസ്സിന് താഴെ പ്രായമുള്ള ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പ്രതീക്ഷ പദ്ധതിയുടെ ഭാഗമായി കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഡേ കെയർ സെന്റർ ഉദ്ഘാടനവും ബഡ്സ് സ്കൂൾ ശിലാസ്ഥാപനവും വിവിധ സഹായ വിതരണവും കൂട്ടിലങ്ങാടി ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു. പഞ്ചായത്തി രാജ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയാണ് പ്രതീക്ഷ പദ്ധതി. കേരളം മുഴുവൻ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ഡേ കെയർ മാത്രമായിരുന്നു ഇതുവരെ നടപ്പിലാക്കി വന്നിരുന്നതെങ്കിൽ അതൊരു സ്കൂളായി പരിവർത്തിപ്പിക്കാൻ
ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചതിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഉടനീളം പരിശോധിച്ചാൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹ്റാം അമ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അഹമ്മദ് അഷ്റഫ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK കുഞ്ഞു കടലുണ്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ ജീവൻ രക്ഷിച്ച കൊല്ലേരിപ്പാറ ബൈജുവിന് ധീരതക്കുള്ള അവാർഡ് ദാനം ചെയ്തു. ടി വനിജ ടീച്ചർ ജില്ലയിലെ ഏറ്റവും നല്ല അങ്ങാടി ഹെൽപ്പർ സരോജിനിക്ക് സമ്മാനദാനം നടത്തി. പി ഉസ്മാൻ ആശ്രയ പദ്ധതി 2ാം ഘട്ട ഉദ്ഘാടനവും ഉൽപാദൻ സക്കീന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം പൂർത്തിയായവർക്കുള്ള സമ്മാനദാനവും നടത്തി. പ്രതീക്ഷ ജില്ലാ സമിതി വൈസ് ചെയർമാൻ ഉമ്മർ അറക്കൽ പ്രതീക്ഷ പദ്ധതിയെപ്പറ്റി വിശദീകരണം നടത്തി. വി സുധാകരൻ, KP ജൽസീമിയ, സലീം ഗുരുവമ്പലം, പാത്തുമ്മക്കുട്ടി ടീച്ചർ, AK ഹഫ്സത്ത്, വി ഇസ്ഹാഖ് മാസ്റ്റർ തുടങ്ങിയ നിരവധി പ്രമുഖർ ആശംസാ പ്രസംഗം നടത്തി. കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബീരാൻകുട്ടി നന്ദിയും രേഖപ്പെടുത്തി. ഇടവേള. മനം മയക്കും നിറങ്ങളോടുള്ള നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ഇഷ്ടം വെഡ്ഡിംഗ് സെന്റർ നിങ്ങൾക്കായി ഒരുക്കുന്നു വെഡ്ഡിംഗ് കളക്ഷനുകളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറുകളുടെയും ഏറ്റവും വിപുലമായ ശ്രേണി. ഓരോ 200 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇഷ്ടം വെഡ്ഡിംഗ് സെന്റർ. ഫാൻസി ഫുട്വെയർ, ഗിഫ്റ്റ് ആൻഡ് ടോയ്സ്, പട്ടാമ്പി റോഡ്, വലിയകുന്ന്. വിസ സർവീസിംഗ്, റിക്രൂട്ട്മെന്റ് എന്നീ സേവനങ്ങളിൽ പ്രമുഖരായ റോയൽ ട്രാവൽസിന്റെ 25ാമത് ശാഖ വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റോയൽ ട്രാവൽസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. ഫോൺ 0494 326 2215 9142 078312 9495 511 277. ശുചിത്വപൂർണമായുള്ള ഭവനങ്ങളുടെ അകത്തളം ഒരുക്കാൻ ഗ്രാനൈറ്റ്സ്, മാർബിൾസ്, വെട്രിഫൈഡ് ടൈൽസ്, സെറാമിക് ടൈൽസ് തുടങ്ങി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം താജ് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, നാഷണൽ ഹൈവേ, കരിപ്പോൾ, വെട്ടിച്ചിറ. ഫോൺ 0494 261 5072. മൊബൈൽ 960 51 27055 960 973100. ട്രാവൽ സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിലെ പരിചയസമ്പന്നരുടെ സംഘവുമായി റിയൽ ഹിൻഡ് ട്രാവൽസ് ആൻഡ് ടൂർസ് ഇൻ അസോസിയേഷൻ വിത്ത് UAE വിസിറ്റിംഗ് വിസ 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നു. കൂടാതെ ഖത്തർ, സൗദി, ഒമാൻ, കുവൈറ്റ്, മലേഷ്യ, സിംഗപ്പൂർ, ബ്രുണായ് എന്നിവിടങ്ങളിലേക്കുള്ള വിസിറ്റിംഗ് വിസകൾ തുടങ്ങി വിദേശ സംബന്ധമായ എല്ലാവിധ യാത്രാരേഖകളും കൃത്യതയോടെ നിങ്ങൾക്ക് ലഭിക്കാൻ റിയൽ ഹിൻഡ് ട്രാവൽ ആൻഡ് ടൂർസ് ഇൻ അസോസിയേഷൻ വിത്ത് Air Travels Enterprises India Limited, near Village Office, Central Bazaar, Valancheri. City Choice. Welcome to the Valancheri's most preferred Home Bazaar Supermarket. City Choice, Home Bazaar Supermarket, Calicut Road, Valancheri. The biggest IT campus in Malabar. Presentation Infotech. ജോലി ഉറപ്പു നൽകുന്ന കോഴ്സുകൾ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് ലാപ്ടോപ്പ് എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിംഗ്, CTTC കോഴ്സുകൾക്ക് പുറമെ ഗ്രാഫിക് ഡിസൈനിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകളും. ഈ ലോകം ഞങ്ങൾക്ക് സമ്മാനിച്ച പ്രസന്റേഷന് നന്ദി. ഇത് ഞങ്ങളുടെ സമ്മാനം. പ്രസന്റേഷൻ ഇൻഫോടെക്. The biggest IT campus in Malabar. Presentation Infotech, an exclusive IT incubator, ISO 9001-2008 certified institute. Bilawal Tower, Calicut Road, Valancheri. Presentation Infotech. ഫർണിച്ചർ വിപണന രംഗത്ത് വിലക്കുറവിലൂടെ വിപ്ലവം സൃഷ്ടിച്ചവർ യുണൈറ്റഡ് ഫർണിച്ചർ, വളാഞ്ചേരി. നിങ്ങളുടെ ഫർണിച്ചർ ലോകം യുണൈറ്റഡ് ഫർണിച്ചർ, പെരിന്തൽമണ്ണ റോഡ്, വൈക്കത്തൂർ, വളാഞ്ചേരി. ജനഹൃദയങ്ങളിൽ മറക്കാനാവാത്ത നാമം തൗഫീഖ് ഗോൾഡ് സൂക്ക്, പാങ്ങ്, ചേണ്ടി. ഫോൺ 04933 242821. മൊബൈൽ 9447 516 308 9846 444423. വിശ്വാസ്യതയുടെ സ്വപ്നത്തിളക്കവും ശില്പചാതുര്യത്തിന്റെ സ്വർഗസങ്കല്പവുമായി ആധുനിക സാങ്കേതിക വിദ്യയാൽ ഇന്ത്യയിലും വിദേശത്തും നിർമ്മിതമായ വിവിധ തരം കമ്പനികളുടെ ഫർണിച്ചർ ശൃംഖല നിങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന വിലയ്ക്ക്. യുവർ ചോയ്സ് ഓഫ് ഫർണിച്ചർ വേൾഡ്. ക്വാളിറ്റി ഗ്ലോബൽ ഫർണിച്ചർ, ക്വാളിറ്റി ഗ്ലോബൽ ടവർ, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. KP Travels and Tours ഹജ്ജ് ഉംറ ഗ്രൂപ്പ്, KP Travels and Tourism, KP ടവർ, കൂർക്കപ്പറമ്പ്, കൊപ്പം, നടുവട്ടം. വാർത്തകൾ തുടരുന്നു. AIYF വളാഞ്ചേരി വയലാർ അനുസ്മരണം നടത്തി. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അഷ്റഫ് അലി കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു.
AIYF വയലാർ അനുസ്മരണം സംഘടിപ്പിച്ചു. വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അഷ്റഫ് അലി കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു നാട്ടിലെ സാധാരണ സ്ത്രീ ഒരു കവിയെ തെരുവിൽ ചോദ്യം ചെയ്തതാണ് ആ കവിതയുടെ പ്രമേയം. അതിന് കാരണം പല പുതിയ കാലത്തെ കവികളുടെയും ധാരണ അവരേതോ വലിയ കുബാരന്മാരുടെയും ധനാഢ്യന്മാരുടെയും അതിസമ്പന്നരുടെയൊക്കെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണെന്നും ഈ നാട്ടിലെ ദുരിതമനുഭവിക്കുന്ന സാധാരണ മനുഷ്യന്റെ പക്ഷത്തല്ല നിൽക്കേണ്ടതെന്നും ധരിക്കുന്നവരുടെ കാലത്താണ് വയലാറിന്റെ പ്രസക്തിയേറുന്നത്. വയലാറിന്റെ ഒരു സുപ്രസിദ്ധമായ വരിയുണ്ട്: ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാനെന്ന്. ഈശ്വരനും മാന്ത്രികനുമല്ല ഞാൻ, പക്ഷെ എനിക്കുറപ്പാണ് ഞാൻ പച്ചമണ്ണിന്റെ മനുഷ്യത്വമാണെന്ന് മലയാളിയുടെ മുഖത്ത് നോക്കി വയലാർ പറയാൻ കാരണം. അങ്ങനെ പറയാനുള്ള സ്ഥൈര്യവും തന്റെ ഇടവും ധീരതയും നിലപാടുമൊക്കെ വയലാറുണ്ടായത് വയലാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് ഹൃദയം ചേർത്ത് വെച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, വയലാറിന്റെ ആ പ്രസിദ്ധമായ വരി തന്നെയാണ് നമുക്ക് ഈ വേളയിൽ അനുസ്മരിക്കാൻ സാധിക്കുക. CPI കോട്ടയ്ക്കൽ മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ P ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. യുവകലാ സാഹിത്യ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് പേരശനൂർ, AYF ജില്ലാ കമ്മിറ്റി മെമ്പർ സുരേഷ് വലിയകുന്ന്, ET അഭിശങ്കർ ഷാജി, അജയ് മാവണ്ടിയൂർ, VPA സാലാം, പ്രേമരാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. OK രാജേന്ദ്രൻ, അക്ഷയ് കുളത്തൂർ എന്നിവർ ഗാനാഞ്ജലി അർപ്പിച്ചു. വളാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തല വാഴക്കന്ന് വിതരണോദ്ഘാടനം 9-ാം വാർഡ് കിഴക്കേക്കരയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TP അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം നിർവഹിച്ചു. വളാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തല വാഴക്കന്ന് വിതരണോദ്ഘാടനം 9-ാം വാർഡ് കിഴക്കേക്കരയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു. വാഴക്കന്ന്, ടിഷ്യൂ കൾച്ചർ തൈ എന്നിവ വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. വളാഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും വാഴകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വാഴത്തൈ വിതരണം നടത്തുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്ന പ്രസിഡന്റ് അറിയിച്ചു. 2013-14 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം നമ്മൾ വളാഞ്ചേരി പഞ്ചായത്ത് ിലുള്ള എല്ലാ ജനങ്ങൾക്കും വാഴക്കന്ന് കൊടുക്കുവാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അതിൻ്റെ ഭാഗമായി വളാഞ്ചേരി പഞ്ചായത്തിലെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ ഈ 9-ാം വാർഡിൽ നടക്കുന്നത്. ഒരു യൂണിറ്റ് 8 വാഴക്കന്നാണുള്ളത്. 4 ടിഷ്യൂ വാഴയും 4 നേന്ത്രവാഴയും. അടുത്ത വർഷം നമ്മൾ ഓണത്തിന് നേന്ത്രവാഴ കൊലക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. വളാഞ്ചേരി പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലും ഇത് വിതരണം നടത്തും. ഇപ്പോൾ ഇന്ന് 5 വാർഡിലാണ് വിതരണം നടത്തുന്നത്. മറ്റു വാർഡിലൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇത് വിതരണം നടത്തും. ഒരു യൂണിറ്റിൽ 4 നേന്ത്രവാഴക്കന്നും ഒരു ടിഷ്യൂ കൾച്ചർ തെയ്യും അടക്കം 8 വാഴക്കന്നുകളാണ് വിതരണം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടനുബന്ധിച്ച് 5 വാർഡുകളിലായിട്ടാണ് വിതരണം നടത്തിയതെന്നും മറ്റു വാർഡുകളിൽ ഉടൻ തന്നെ വാഴക്കന്ന് വിതരണം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. അടുത്ത വർഷം ഓണം അടുക്കുമ്പോഴേക്കും നേന്ത്രവാഴ കുലയ്ക്കണമെന്ന ലക്ഷ്യത്തിൽ ഉറച്ചാണ് ഇപ്പോൾ തന്നെ വാഴക്കന്ന് വിതരണം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മെമ്പർ സഫിയ അബ്ബാസ്, സുനീറ നാസർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌഷാദ്, KP അബ്ബാസ്, PK നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. മാവണ്ടിയൂർ ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തവനൂർ വൃദ്ധമന്ദിരം സന്ദർശിച്ചു. പഠനത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ ഇവിടെ സന്ദർശിച്ചത്. അന്തേവാസികളുടെ അനുഭവം പങ്കുവച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചുമെല്ലാം ഏറെ സമയം ചിലവഴിച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. മക്കൾ ഉപേക്ഷിച്ചും വിധിയുടെ വിളയാട്ടം കൊണ്ടും 4 ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെട്ട അച്ഛനമ്മമാരെ കാണാൻ അവരെത്തി. അവരുടെ കണ്ണീരും ചിരിയും തൊട്ടറിഞ്ഞ് അവരോടൊപ്പം ചിലവഴിച്ചാണ് അവർ മടങ്ങിയത്. മാവണ്ടിയൂർ ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തവനൂർ വൃന്ദമന്ദിരം സന്ദർശിച്ചത്. അധ്യാപകർ, നിയമപാലകർ, സംഗീതജ്ഞർ, കലാകാരന്മാർ, മറ്റു വിവിധ തുറകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നവർ മുതൽ വീടിന്റെ ചുറ്റുവട്ടത്തിനപ്പുറം കാണാത്തവർ വരെ വൃന്ദമന്ദിരത്തിൽ അന്തേവാസികളായുണ്ട്. അവരുടെ അനുഭവങ്ങളും കഥകളും കേട്ട് വിദ്യാർത്ഥികൾ വിസ്മയം പൂണ്ടു. പല വിദ്യാർത്ഥികളും കണ്ണീരോടെയാണ് അന്തേവാസികളുടെ കഥകൾ കേട്ടത്. അന്തേവാസികൾക്കായി വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചത് അന്തേവാസികളെ ഏറെ ആഹ്ലാദിപ്പിച്ചു. അന്തേവാസികളും പരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം അവരോടൊപ്പം കഴിച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. തുടർന്ന് ജുവൈനൽ ഹോം, റെസ്ക്യൂ ഹോം എന്നിവയും സന്ദർശിച്ചു. പഠനത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഇവിടെ സന്ദർശിച്ചത്. നൌഷാദ്, ഗിരിജ, സബി തോമസ്, ഹാരിസ് ബാബു തുടങ്ങിയ അധ്യാപകർ നേതൃത്വം നൽകി.
കരിങ്കല്ലത്താണി ടൗൺ കമ്മിറ്റിയും വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലും സംയുക്തമായി കരിങ്കല്ലത്താണി ടൗണിൽ വെച്ച് സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വളാഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി.പി. മൊയ്തീൻകുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരി കരിങ്കല്ലത്താണി ടൗൺ MSF കമ്മിറ്റിയും വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് വളാഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി.പി. മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആകമാനം ശ്രദ്ധ പിടിച്ചുപറ്റിയ ബൈത്തുർ റഹ്മ പോലെയുള്ള പരിപാടി, മലയോര പ്രദേശത്തുള്ള പട്ടിണി പാവങ്ങളെ സഹായിക്കുന്ന പരിപാടികൾ, കടൽക്കരയിൽ തിരമാലകളുമായി അംഗം വെട്ടുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മേഖലകളാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഷമീർ M അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് അമ്പലത്തിങ്ങൽ, EP റഹിയ റൌഫ് OP, PM ഷിബിലി, അബ്ദുൾ വഹാബ് K, മുഹമ്മദ് അലി KT, PP ഷംസുദ്ദീൻ, ഷാനവാസ് K, മഹ്റൂഫ് P എന്നിവർ പ്രസംഗിച്ചു. കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് നേരെ നടന്ന കല്ലേറിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലയിൽ വിവിധയിടങ്ങളിൽ പ്രകടനവും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. വളാഞ്ചേരിയിൽ നടന്ന പ്രതിഷേധ റാലിക്ക് KV ഉണ്ണികൃഷ്ണൻ, KT വാപ്പു, TP അബ്ദുള്ളക്കുട്ടി, രാജേഷ്, P സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. കുറ്റിപ്പുറത്ത് നടന്ന പ്രതിഷേധ പരിപാടികൾക്ക് പരപ്പാര സിദ്ദീഖ്, മടത്തിൽ ശ്രീകുമാർ, കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി, പാറക്കൽ ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കു നേരെ CPM കല്ലേറ് നടത്തിയത് അങ്ങേയറ്റം കാടത്തവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞു ഓടിക്കാമെന്നത് CPMന്റെ വ്യാമോഹം മാത്രമാണെന്നും മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി V മധുസൂദനൻ പറഞ്ഞു. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ മനസാക്ഷിയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ശക്തമായി പ്രതിഷേധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തവർ മുഖ്യമന്ത്രിക്ക് ഐക്യദാർഢ്യം അറിയിച്ച് ഭരണവുമായി മുന്നേറാൻ പ്രചോദനം നൽകി. ഇത്തരത്തിൽ അക്രമമുണ്ടായാൽ പ്രതിപക്ഷ നേതാവിനെ വരെ നിരത്തുകളിൽ വെച്ച് നേരിടുമെന്നും പ്രവർത്തകർ സൂചിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവാദങ്ങൾക്കൊപ്പം സംഘർഷങ്ങളും ഉണ്ടാകുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം, വളാഞ്ചേരി, കാടാമ്പുഴ. വലിയകുന്ന് ഇഷ്ടം വെഡ്ഡിംഗ് സെന്റർ മെഗാ ഗിഫ്റ്റ് ഹങ്കാമ നറുക്കെടുപ്പ് CP മുഹമ്മദ് MLA ഉദ്ഘാടനം ചെയ്തു. നറുക്കെടുപ്പിൽ ഫാത്തിമ നിദ ചെമ്പ്ര ഒന്നാം സമ്മാനത്തിന് അർഹയായി. വലിയകുന്ന് ഇഷ്ടം വെഡ്ഡിംഗ് സെന്റർ ചെറിയ പെരുന്നാൾ, ഓണം, ബക്രീദ് ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തിയ മെഗാ ഗിഫ്റ്റ് ഹങ്കാമ നറുക്കെടുപ്പ് ഉദ്ഘാടനം CP മുഹമ്മദ് MLA ആദ്യ നറുക്കെടുപ്പ് കൊണ്ട് നിർവഹിച്ചു. ബമ്പർ സമ്മാനമായ ഹീറോ ഹോണ്ട ഡീലക്സ് ബൈക്ക് ഫാത്തിമ നിദ ചെമ്പ്രയ്ക്ക് നറുക്കെടുപ്പിലൂടെ ലഭിച്ചു. രണ്ടാം സമ്മാനമായ വീഡിയോകോൺ ഫ്രിഡ്ജ് ചെപ്പൂട്ടി പുറമണ്ണൂരിനും, മൂന്നാം സമ്മാനമായ വീഡിയോകോൺ വാഷിംഗ് മെഷീൻ മുബഷിറ താഹിർ തെക്കുമലിനും ലഭിച്ചു. ജയപ്രകാശ് ചെമ്പ്രയ്ക്കാണ് നാലാം സമ്മാനമായ നോക്കിയ മൊബൈൽ നറുക്കെടുപ്പിലൂടെ ലഭിച്ചത്. കൂടാതെ 101 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിച്ചു. ചടങ്ങിൽ MLAക്ക് പുറമെ മുകുന്ദൻ മാസ്റ്ററും സുരേഷ് വലിയകുന്ന് തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VCV പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവർ ചോയ്സ് ഓഫ് ഫർണിച്ചർ വേൾഡ്, ക്വാളിറ്റി ഗ്ലോബൽ ഫർണിച്ചർ, ക്വാളിറ്റി ഗ്ലോബൽ ടവർ, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. റോയൽ ട്രാവൽസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി. ഫോൺ 0494 326 2215 9142 078312 9495 511 277. പുത്തനങ്ങാടി സെന്റ് ജോസഫ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന CBSE ജില്ലാ കലോത്സവത്തിന് സമാപനമായി. പട്ടാമ്പി നഗരത്തിൽ സ്ഥാപിച്ച ട്രാഫിക് ലൈറ്റുകളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച CP മുഹമ്മദ് MLA നിർവഹിക്കും. പട്ടാമ്പി ഗുരുവാർ റോഡ് ജംഗ്ഷൻ മുതൽ ചെർപ്പുളശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. AIYF വളാഞ്ചേരി വയലാർ അനുസ്മരണം നടത്തി. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അഷ്റഫ് അലി കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. MSF കരിങ്കല്ലത്താണി ടൗൺ കമ്മിറ്റിയും വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലും സംയുക്തമായി കരിങ്കല്ലത്താണി ടൗണിൽ വെച്ച് സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.